कीमा डोसा पनीर कीमा डोसा പനീർ കീമ ദോശ ചീസ് ദോശ ചീസ് ദോശ അടിപൊളിയായിട്ടുണ്ട്. നമസ്കാരം. നമ്മൾ ഇന്നെത്തിയിട്ടുള്ളത് ഉടുപ്പിയാണ്. കർണാടകത്തിലെ പ്രസിദ്ധമായ ഉടുപ്പി എന്ന സ്ഥലത്ത്. ഉടുപ്പി എന്ന് പറയുമ്പം നമുക്ക് അറിയാമല്ലോ, ഉടുപ്പി വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു നാടാണ്. ഇപ്പം ഉടുപ്പിയിലെ ഒരു പ്രശസ്തമായ ഹോട്ടലിൽ തിരക്കിയുള്ളൊരു നടത്തമാണ് ശാന്തി സാഗർ. ഇത് കർണാടക സംസ്ഥാനത്തെ ഉടുപ്പി ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഇത് പ്രൈവറ്റ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നും ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഓടുന്ന ബസ്സുകളാണ് ഇവിടെ കൂടുതലും. മാംഗ്ലൂർ, അതുപോലെ ഹൊസൂർ, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്കുള്ള ബസ്സുകളൊക്കെയാണ്. വലിയൊരു ബസ് സ്റ്റാൻഡാണിത്. ഉടുപ്പി ബസ് സ്റ്റാൻഡിനകത്തെ ടീ ഷോപ്പാണ്. പിന്നെ കുറേ കടകളുണ്ട് ഇവിടെ. റിലേഷൻസിലൊക്കെ പട്ടി എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു ബസ് സ്റ്റാൻഡാണ് ഈ ഉടുപ്പി ബസ് സ്റ്റാൻഡ്. നിരവധി ബസ്സുകളാണ് ഇവിടെ വന്നു പോകുന്നത്. ചെറിയ ലോക്കൽ സർവീസൊക്കെ പോകുന്ന ബസ് സ്റ്റാൻഡാണിത്. മെയിൻ എക്സ്പ്രസ് ഒക്കെയാണ് ആദ്യം കാണിച്ചത്. ആകർഷാൻ എന്ന് പറയുന്ന കടയിലേക്ക് കണ്ട അവളൊരു എന്തോ പർച്ചേസിന് കയറിയേക്കാണ്. അങ്ങനെ പർച്ചേസ് ചെറിയ എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, പാൻ്റൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് കയറിയിരിക്കുക. ഈ കടയിൽ നമ്മളെ ചെറിയ പർച്ചേസൊക്കെ നടത്തി. റിഫ്ലക്ട് എന്ന് പറഞ്ഞ കടയാണ്. ശാന്തി സാഗർ നമ്മൾ കണ്ടുപിടിച്ചു. ശാന്തി സാഗർ മലബാർ ഗോൾഡിൻ്റെ തൊട്ടടുത്താണ് ഉടുപ്പിയിൽ. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ശാന്തി സാഗർ, ഇതാണ് ശാന്തി സാഗർ ഉടുപ്പിയിലെ റെസ്റ്റോറൻറ്റ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ആംബിയൻസാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇനി ഇവിടുത്തെ ഫുഡുകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം കണ്ടൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യുന്ന സ്പേസ് വളരെ ഉള്ളിൽ കൊണ്ടുവന്നാണ് വെച്ചേക്കുന്നത്. ഒത്തിരി വെജിൻ്റെ നല്ല ഉടുപ്പി എക്സ്പ്രസ് എന്ന് പറഞ്ഞാണ്ട് ഇഡ്ഡലി വട, പിന്നെ ഒനിയൻ റവ ദോശ, ഒനിയൻ റവ മസാല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല മൈസൂർ മസാല ദോശ, എന്തൊക്കെയാണെന്ന് അറിയാം. ഒത്തിരി ഉണ്ട്. ഒത്തിരി ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഗ്രീൻ സലാഡ്, സ്വീറ്റ്സ് ഒത്തിരി ഉണ്ട്. പനീർ मसाला डोसा है, वन पनीर कीमा डोसा. ഓക്കെ. അപ്പോൾ നാം ക്യാ है? ഗോവിന്ദ പൂജാരി. സ്ലിപ്പ് കൊടുത്താലേ എടുക്കത്തുള്ളൂ. അവിടെ ഓർഡർ ലേഡി ഇരുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഈ ഫുഡൊന്നും ഉണ്ടാക്കുന്നത് എടുപ്പിക്കില്ല. അപ്പം നമുക്ക് വെളിയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യുന്ന ഫുഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. നോൺ വെജിനൊക്കെ കേരളത്തിലാണ് പ്രിയം. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വെജാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് വെജിൻ്റെ ഇഷ്ടംപോലെ ഐറ്റംസ്, മെനു ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസാണ് ഈ ഉള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ഇഡ്ഡലി സെറ്റാണ്. ഇവിടെ ഇവരുടെ 3 റെസ്റ്റോറൻറ്റ് ഈ ഉടുപ്പിയിൽ തന്നെ ഉണ്ട്. 3 റെസ്റ്റോറൻ്റാണ് ഉടുപ്പിയിലുള്ളത്. എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. എന്താ അത് പറയുന്നത്? എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. പൂരിയുണ്ട്. പനീർ കീമ ദോശ. ഇതാണ് പനീർ കീമ ദോശ. ഇതാണ് പനീർ കീമ ദോശ. പനീർ മസാല ദോശ. ഇത് പനീർ മസാല ദോശ, പനീർ കീമ ദോശ, പനീർ മസാല ദോശ. ഇത് 2 എണ്ണമാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ നല്ല സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയായിരിക്കും. ഇത് പനീർ കീമ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പനീർ കീമയാണ്. ഇതിൽ പിന്നെ മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പനീർ കീമ എന്താ പനീർ നമുക്കറിയാം, പക്ഷേ ഇതിൻ്റെ പനീറിൻ്റെ കുറേ ഐറ്റംസാണ്. കഴിച്ചു നോക്കാം. ഉടുപ്പി വന്നൊരു നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കിട്ടിയെന്നുള്ളതാണ്. ഇതാണ് പനീർ കീമ ദോശ. ഇതിനകത്ത് പനീർ എന്തൊക്കെ സ്പൈസി, ചെറിയൊരു സ്പൈസി സാധനമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇവരുടെ നല്ല നീറ്റ്നെസ് ആണ്. വാഴയിലേക്കകത്താണ് ഈ സാധനങ്ങൾ തരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. എന്താ ഓർഡർ ചെയ്ത ദോശ? എന്താ? പനീർ ചീസ് ദോശ. ചീസ് ദോശ. കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ശാന്തി സാഗറിലെ ഫുഡ് കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ
നല്ല സ്വീറ്റ്സൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. എള്ളുണ്ടയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാടൻ എള്ളുണ്ട തന്നെ പല സൈസിലുള്ള ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ സ്വീറ്റ്സൊക്കെ ഉണ്ട്.